ഭൂമി. ആകാശത്തും കരയിലും വെള്ളത്തിലുമായി ഭൂമിയിലെ സകല കോണിലും നമുക്ക് ധാരാളം ജീവജാലങ്ങളെ കാണാൻ സാധിക്കും. ജീവിക്കാൻ ആവശ്യമായ ജീവശ്വാസവും ജലവും നൽകുന്ന സ്വർഗമാണ് നമ്മുടെ ഭൂമി. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ഇത്രത്തോളം സവിശേഷതകളുള്ള ഒരേ ഒരു ഗ്രഹം മാത്രമാണോ ഈ ഭൂമി? 40,000 കോടി നക്ഷത്രങ്ങളുള്ള ആകാശഗംഗയിൽ മാത്രം എത്ര ഭൂമികളുണ്ടാകും? നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള 5500-ലും അധികം അന്യഗ്രഹങ്ങളിൽ ഭൂമികളുമുണ്ട്. അതായത് ഭൂമിയെപ്പോലെ തന്നെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള മറ്റു ലോകങ്ങൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭൂമിയുടെ അപരന്മാർ എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഈ ഗ്രഹങ്ങൾക്കുള്ളിലെ വിചിത്രവും അത്ഭുതകരവുമായ കാഴ്ചകളാണ്. നമ്മുടെ സൗരയൂഥം സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും എല്ലാം നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ സൗരയൂഥത്തിൽ മാത്രമാണോ ഗ്രഹങ്ങളുള്ളത്? സൗരയൂഥത്തിന് പുറത്ത് ചുട്ടുപഴുത്ത് കിടക്കുന്ന ഗ്രഹങ്ങൾ, പാറകളും ലോഹങ്ങളും ജലവുമെല്ലാമുള്ള റോക്കി പ്ലാനറ്റുകൾ, വാതകം നിറഞ്ഞു കിടക്കുന്ന ഗ്യാസ് ജെയിന്റ് ഗ്രഹങ്ങൾ, മഞ്ഞു മൂടിക്കിടക്കുന്ന ഐസ് പ്ലാനറ്റുകൾ, അങ്ങനെ കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്. സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹങ്ങളെയാണ് എക്സോ പ്ലാനറ്റുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ തന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായ ധാരാളം എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയ്ക്കുള്ളിലെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം കണ്ടെത്തിയത്. നാളിതുവരെ 5523ഓളം അന്യഗ്രഹങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇവയിൽ പകുതിയിൽ കൂടുതൽ ഗ്രഹങ്ങളും കണ്ടെത്തിയത് എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രം 2009 വിക്ഷേപിച്ച കെപ്ലർ സ്പേസ് ടെലസ്കോപ്പാണ്. അവയിൽ പലതും നമ്മുടെ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളെക്കാൾ തികച്ചും വ്യത്യസ്തവും വിചിത്രവുമാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രത്തോളം വലിപ്പമുള്ള വാതക ഭീമൻ ഗ്രഹങ്ങളും സൂപ്പർ എർത്ത് ഗ്രഹങ്ങളും. അതായത് നമ്മുടെ വ്യാഴം ഗ്രഹത്തെ പോലെ തന്നെ വാതകം നിറഞ്ഞു കിടക്കുന്ന വ്യാഴത്തേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള വാതക ഭീമൻ ഗ്രഹങ്ങളും ഭൂമിയെപ്പോലെ കരഭാഗമുള്ളതും എന്നാൽ ഭൂമിയുടെ 10 മടങ്ങ് വലിപ്പമുള്ളതുമായ ഗ്രഹങ്ങളും. ഇവയിൽ പലതും നക്ഷത്രങ്ങൾക്ക് തൊട്ടടുത്തും ഒരുപാട് അകലെയും സ്ഥിതി ചെയ്യുന്നതാണ്. നക്ഷത്രങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഉപരിതലം എന്നത് 1000 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ ചൂടിൽ ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും. എല്ലാ ഗ്രഹങ്ങൾക്കും നമ്മെപ്പോലെ ഒരു നക്ഷത്രം മാത്രമല്ല ഉള്ളത്. ചില ഗ്രഹങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ നക്ഷത്രങ്ങളുമുണ്ട്. നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹങ്ങളിൽ കൂടുതലും തന്നെ നക്ഷത്രങ്ങളോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ്. പുതിയൊരു ഭൂമി അഥവാ ഭൂമിയെപ്പോലൊരു ഗ്രഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന റോക്കി പ്ലാനറ്റുകൾ എന്നാണ്. റോക്കി പ്ലാനറ്റുകൾ എന്നാൽ പാറകളും ലോഹങ്ങളും നിറഞ്ഞ ഭൂമിയെപ്പോലെ കരഭാഗമുള്ള ഗ്രഹങ്ങളാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങളാണ് റോക്കി പ്ലാനറ്റ്സുകൾ. ഈ ഹാബിറ്റബിൾ മേഖല എന്നാൽ നക്ഷത്രത്തിൽ നിന്നും തൊട്ടടുത്തോ ഒരുപാട് അകലെയോ അല്ലാതെ ഒരു പ്രത്യേക പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ്. ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിലെ ജലം ദ്രാവക രൂപത്തിലാകാനുള്ള സാധ്യതകളാണ് ഏറെയുള്ളത്. അതായത് ആ ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. നമ്മിൽ നിന്നും ഒരുപാട് പ്രകാശവർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഈ അന്യഗ്രഹങ്ങളെയെല്ലാം നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടെത്തിയത്? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകളിൽ ഒന്നാണ് ട്രാൻസിറ്റ് മെത്തേഡ്. അതായത് മാസങ്ങളോ വർഷങ്ങളോ ഒരു നക്ഷത്രത്തെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം കൃത്യമായ ഇടവേളകളിൽ മങ്ങിപ്പോകുന്നതായി കാണുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഗ്രഹം അതിനെ ഭ്രമണം ചെയ്യുന്നുണ്ട് എന്നാണ്. ആ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് ആ ഗ്രഹത്തിൻ്റെ സ്ഥാനവും ഗ്രഹത്തിൻ്റെ വലിപ്പവും നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. വലിയ തോതിൽ പ്രകാശം മങ്ങുന്നതാണ് കാണുന്നത് എങ്കിൽ ആ ഗ്രഹം വലുതായിരിക്കും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ മങ്ങൽ വളരെ പെട്ടെന്ന് മാറുകയാണ് എങ്കിൽ ആ ഗ്രഹം നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്താണ് എന്നും മനസ്സിലാക്കാം. ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് കൂടുതൽ എക്സോ പ്ലാനറ്റുകളെയും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും. ഒരു അന്യഗ്രഹത്തെ നമ്മുടെ ഭൂമിക്ക് സമാനമായ ഗ്രഹമാണ് എന്ന് നമുക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും? ഒരു എക്സോ പ്ലാനറ്റിനെ ഭൂമിക്ക് സമാനമായ ഗ്രഹമാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് നോക്കാം. മറ്റു ഗ്രഹങ്ങളെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുവാൻ ഉപയോഗിക്കുന്ന അളവ് എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് എന്ന ESI ആണ്.
0 മുതൽ 1 വരെയുള്ള ESI സ്കെയിലുണ്ട്. ഒരു ഗ്രഹത്തിന് ഈ സ്കെയിലിലെ ആദ്യത്തെ പോയിന്റുകളാണ് എങ്കിൽ ആ ഗ്രഹം ഭൂമിയുമായി യാതൊരു സാമ്യവും ഉണ്ടാവുകയില്ല എന്നാണ് അർത്ഥം. എന്നാൽ അവസാനത്തെ പോയിന്റുകളാണ് ലഭിക്കുന്നത് എങ്കിൽ ആ ഗ്രഹം ഭൂമിയുമായി സമാനതയുള്ള ഗ്രഹമായിരിക്കും. ഗ്രഹത്തിൻ്റെ വലിപ്പം, സാന്ദ്രത, ഉപരിതലത്തിൻ്റെ താപനില, നക്ഷത്രത്തിൽ നിന്നും ഗ്രഹത്തിന് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ്, ഇത്രയും സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു എക്സോ പ്ലാനറ്റിന് ESI നിശ്ചയിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഗുരുത്വാകർഷണ ബലം, മാസ്, അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ, ഉപരിതലത്തിലോ അന്തരീക്ഷത്തിലോ ഉള്ള ജലത്തിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ ESIയുടെ അടിസ്ഥാനത്തിൽ എക്സോ പ്ലാനറ്റുകളെല്ലാം പ്രധാനമായും 3 തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ESI പോയിന്റ് 1 മുതൽ പോയിന്റ് 5 വരെയുള്ള ഗ്രഹങ്ങൾ, വാതക ഭീമന്മാർ, തണുത്തുറഞ്ഞ ഗ്രഹങ്ങൾ, ചുട്ടുപഴുത്ത പ്രതലമുള്ള ഗ്രഹങ്ങൾ, അതായത് ഭൂമിയുടെ അവസ്ഥയുമായി യാതൊരു തരത്തിലും സാമ്യമില്ലാത്ത ഗ്രഹങ്ങൾ. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ നോക്കുകയാണ് എങ്കിൽ ഭൂരിഭാഗം ഗ്രഹങ്ങളും ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവയാണ്. രണ്ടാമത്തെ വിഭാഗം പോയിന്റ് 5 മുതൽ പോയിന്റ് 7 വരെ ESI ഉള്ള ഗ്രഹങ്ങളാണ്. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഖരരൂപത്തിൽ ഉപരിതലമുള്ള റോക്കി പ്ലാനറ്റ്സുകളോ സമുദ്രം നിറഞ്ഞു കിടക്കുന്ന ഓഷ്യൻ വേൾഡോ ആയിരിക്കാം. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഒരുപക്ഷെ ഭൂമിയുമായി സമാനതയുണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മുടെ അയൽക്കാരനായ ചൊവ്വ ഗ്രഹം ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. പോയിന്റ് 7 ആണ് ചൊവ്വയുടെ ESI. അടുത്തത് പോയിന്റ് 7 മുകളിൽ ESI ഉള്ള ഗ്രഹങ്ങളാണ്. ഇത്തരം ഗ്രഹങ്ങളുടെ ഉപരിതലത്തിലെ സവിശേഷതകൾ ഭൂമിക്ക് സമാനമായിരിക്കും. സൗരയൂഥത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഭൂമിയോട് ഒരുപാട് സാമ്യമുള്ള ഒരു ഗ്രഹമുണ്ട്. സൂര്യനിൽ നിന്നും വെറും 4.2 പ്രകാശവർഷം മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ്റെ അയൽക്കാരനായ ഒരു നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഗ്രഹമാണിത്. സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന 3 നക്ഷത്രങ്ങളുള്ള ഒരു നക്ഷത്ര സമൂഹമാണ് ആൽഫ സെന്റൂറി സ്റ്റാർ സിസ്റ്റം. ആൽഫ സെന്റൂറി എ, ആൽഫ സെന്റൂറി ബി, പ്രോക്സിമ സെന്റൂറി എന്നീ 3 നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്ര സമൂഹത്തിലുള്ളത്. ഏകദേശം 600 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ നക്ഷത്ര സമൂഹം രൂപപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. അവയിൽ പ്രോക്സിമ സെന്റൂറി എന്ന ചുവന്ന കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ നക്ഷത്രത്തിന് സൂര്യനിൽ നിന്നും വെറും 4.2 പ്രകാശവർഷം മാത്രമേ ദൂരമുള്ളൂ. 2,14,000 കിലോമീറ്ററോളം വ്യാസവും സൂര്യൻ്റെ 1/8 മാത്രം മാസുമാണ് ഈ നക്ഷത്രത്തിനുള്ളത്. അതായത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്ററിനേക്കാൾ ഒരൽപ്പം മാത്രം വലിപ്പം കൂടുതൽ. ഈ കുള്ളൻ നക്ഷത്രത്തിൻ്റെ ഉപരിതല താപനില 2750 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. ചുവന്ന നിറത്തിലുള്ള പ്രകാശവും ഇൻഫ്രാറെഡ് കിരണങ്ങളുമാണ് ഈ നക്ഷത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ആൽഫ സെന്റൗറി എന്ന ഈ നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമാണ് ആൽഫ സെന്റൗറി എ അഥവാ റീഗൽ കെൻഡൗറസ്. സൂര്യനേക്കാൾ ഒരുപാട് വലിപ്പവും മാസും കൂടുതലുള്ള ഈ നക്ഷത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് സൂര്യൻ്റെ 1.5 ഇരട്ടിയോളം പ്രകാശമാണ്. ഇത്രത്തോളം വലിപ്പമുള്ള ഈ വലിയ നക്ഷത്രത്തിൻ്റെ ഉപരിതല താപനില 5500 ഡിഗ്രി സെൽഷ്യസോളം വരും. അതായത് നമ്മുടെ സൂര്യൻ്റെ ഉപരിതല താപനില പോലെ തന്നെ. അടുത്ത നക്ഷത്രം ടോളിമൻ എന്നറിയപ്പെടുന്ന ആൽഫ സെന്റൂറി ബി ആണ്. ഇതിൻ്റെ വലിപ്പവും മാസും ഏകദേശം നമ്മുടെ സൂര്യനെ പോലെ തന്നെയാണ്. എങ്കിലും നക്ഷത്രത്തിൻ്റെ പ്രകാശ തീവ്രത സൂര്യൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉപരിതല താപനില 4950 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 2 നക്ഷത്രങ്ങളും ഒരുപാട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ നമുക്ക് ഇവയെ രണ്ടിനെയും ചേർത്ത് ഒറ്റ നക്ഷത്രമായി മാത്രമേ കാണാൻ സാധിക്കൂ. നമ്മുടെ ആകാശത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രകാശമുള്ള 3ാമത്തെ നക്ഷത്രമാണ് ആൽഫ സെന്റൗറി എ ആൻഡ് ബി. വളരെ വിചിത്രമായ ഓർബിറ്റുകളിലൂടെയാണ് ഈ 3 നക്ഷത്രങ്ങളും പരസ്പരം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിപ്പം കൂടിയ 2 നക്ഷത്രങ്ങൾ ചെറിയ 2 എലിപ്റ്റിക്കൽ ഓർബിറ്റുകളിലും പ്രോക്സിമ സെന്റൗറി എന്ന ഏറ്റവും ചെറിയ നക്ഷത്രം മറ്റൊരു വലിയ എലിപ്റ്റിക്കൽ ഓർബിറ്റിലും. വളരെ പതിയെ സഞ്ചരിക്കുന്ന പ്രോക്സിമ സെന്റൗറിക്ക് ഈ വലിയ ഓർബിറ്റിലൂടെ ഒരു തവണ വലം വെച്ച് തീരുന്നതിന് വേണ്ടി വരുന്നത് 5 ലക്ഷം വർഷങ്ങളാണ്. നമ്മുടെ നക്ഷത്രമായ സൂര്യൻ ഒരു യെല്ലോ ഡ്വാർഫ് നക്ഷത്രമാണ് എന്ന് നമുക്കറിയാം. ഏകദേശം 1000 കോടി വർഷങ്ങളോളമാണ് സൂര്യൻ്റെ ആയുസ്. എന്നാൽ സൂര്യനേക്കാൾ ഒരുപാട് മാസ് കുറവായ ചുവന്ന കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമായ പ്രോക്സിമ സെന്റൗറിയുടെ ആയുസ് ഒരുപാട് കൂടുതലാണ്. കാരണം മാസ് കുറവായ നക്ഷത്രങ്ങളിലെ ഊർജ്ജമായ ഹൈഡ്രജൻ വളരെ പതിയെ മാത്രമേ തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ കോടാനുകോടി വർഷങ്ങളോളം നിലനിൽക്കും.
നമ്മുടെ ആകാശഗംഗയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇത്തരത്തിലുള്ള റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ്. പ്രോക്സിമ സെന്റൗറി എന്ന ഈ ചെറിയ നക്ഷത്രത്തെ നമുക്കൊരിക്കലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല. ഈ ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ ഏതെങ്കിലും ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ടാകുമോ? 2016 ഓഗസ്റ്റ് മാസം 24-ാം തീയതി യൂറോപ്യൻ സ്പേസ് ഒബ്സർവേറ്ററി അത്ഭുതകരമായ ഒരു കണ്ടെത്തൽ നടത്തി. പ്രോക്സിമ സെന്റൗറിയുടെ ഹാബിറ്റബിൾ മേഖലയിൽ ഒരു ഗ്രഹത്തെ കണ്ടെത്തി. ഭൂമിയോട് ഒരുപാട് സാമ്യതകളുള്ള ഗ്രഹം പ്രോക്സിമ ബി. നക്ഷത്രത്തിൽ നിന്നും 0.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലാണ് പ്രോക്സിമ ബി സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും ബുധന്റെയും ശുക്രന്റെയും മധ്യഭാഗം വരെയുള്ള ദൂരം. സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സൂര്യനേക്കാൾ വളരെ വലിപ്പം കുറവായ ഒരു നക്ഷത്രമാണ് പ്രോക്സിമ സെന്റൗറി. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിന്റെ വളരെ അടുത്ത് തന്നെയായിരിക്കും അതിന്റെ വാസയോഗ്യമായ മേഖല അഥവാ ഹാബിറ്റബിൾ സോൺ. വളരെ വലിപ്പം കുറവായ നക്ഷത്രത്തെ ഒരു തവണ വലം വയ്ക്കുന്നതിന് ഗ്രഹത്തിന് വേണ്ടിവരുന്നത് ഭൂമിയിലെ 11 ദിവസങ്ങൾ മാത്രമാണ്. 2016 യൂറോപ്യൻ സ്പേസ് ഒബ്സർവേറ്ററി ഈ ഗ്രഹത്തെ കണ്ടുപിടിച്ച അന്നു മുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രോക്സിമ ബിയെ നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഗ്രഹത്തിന് ഏകദേശം നമ്മുടെ ഭൂമിയുടെ അത്രത്തോളം മാസും ഭൂമിയേക്കാൾ ഒരല്പം വലിപ്പം കൂടുതലുമാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോക്സിമ ബി ഭൂമിയെപ്പോലെ ഒരു റോക്കി പ്ലാനറ്റ് തന്നെയാണ്. ഗ്രഹത്തിൻ്റെ ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്ര സമൂഹത്തിലെ 3 നക്ഷത്രങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്നതിൻ്റെ 65% ഊർജം ഈ ഗ്രഹത്തിന് അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും നിരന്തരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരാശരി -35 ഡിഗ്രി സെൽഷ്യസാണ് താപനില എങ്കിലും ഗ്രഹത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ ദ്രാവക രൂപത്തിലുള്ള ജലമുണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ഭൂമിയുമായി ഒരുപാട് സാമ്യങ്ങളുണ്ട് എങ്കിലും ഇന്നേ വരെ നടത്തിയ പഠനങ്ങളിൽ നിന്നും പ്രോക്സിമ ബി എന്ന ഈ ഗ്രഹം വാസയോഗ്യമായൊരു ലോകമാണ് എന്ന് തീർത്തും പറയുവാൻ സാധിക്കുകയില്ല. കാരണം ഈ ഗ്രഹത്തിന് ഭൂമിയിലേതുപോലെ ശക്തമായൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അതുകൊണ്ട് നക്ഷത്രത്തിൽ നിന്നും വരുന്ന മാരക കിരണങ്ങളിൽ നിന്നും ഗ്രഹത്തിന് രക്ഷ നേടുക എന്നത് സാധ്യമല്ല. പ്രോക്സിമ സെന്റൗറി എന്ന നക്ഷത്രത്തിൽ നിന്നും നിരന്തരം അതിമാരകമായ കിരണങ്ങളും റേഡിയേഷനുകളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിശക്തമായി വീശിയടിക്കുന്ന ഈ കിരണങ്ങൾ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെ ഇതിനോടകം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മിൽ നിന്നും 4.2 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന പ്രോക്സിമ ബി എന്ന ഈ ഗ്രഹത്തെക്കുറിച്ച് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ ഒരു ഗ്രഹത്തെ കൂടാതെ പ്രോക്സിമ ഡി എന്ന മറ്റൊരു ഗ്രഹം ഈ നക്ഷത്രത്തെ വലം വയ്ക്കുന്നുണ്ട്. അതുകൂടാതെ ഭൂമിയുടെ 7 മടങ്ങോളം വലിപ്പമുള്ള മറ്റൊരു ഗ്രഹവും നക്ഷത്രത്തെ വലം വയ്ക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. കൂടാതെ ധാരാളം പൊടിപടലങ്ങളും ആസ്ട്രോയിഡുകളും ചേർന്ന വലിയ 2 വലയങ്ങൾ ഈ പ്രോക്സിമ സെന്റൗറിക്ക് ചുറ്റുമുണ്ട്. ഈ ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ആൽഫ സെന്റൗറി എന്ന നക്ഷത്ര സമൂഹത്തെക്കുറിച്ചും നമ്മൾ ഇന്നും പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം 23 പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ഗ്ലീസെ 667. ഇത് 3 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. ഗ്ലീസെ 667 എ, ബി, സി എന്നിങ്ങനെയാണ് ആ നക്ഷത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ. ഇവ 3നും സൂര്യനേക്കാൾ ഒരുപാട് വലിപ്പം കുറവാണ്. ഇതിൽ ഏറ്റവും വലുതും ഓറഞ്ച് കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്നതുമായ ഒരു നക്ഷത്രമാണ് ഗ്ലീസെ 667 എ. ഈ നക്ഷത്രത്തിന് സൂര്യൻ്റെ 76% വലിപ്പവും 73% മാസുമാണുള്ളത്. എന്നാൽ ഈ നക്ഷത്രത്തിന് സൂര്യൻ്റെ 12% പ്രകാശ തീവ്രത മാത്രമേ ഉള്ളൂ. ഈ നക്ഷത്രക്കൂട്ടത്തിലെ 2ാമത്തെ നക്ഷത്രമാണ് ഗ്ലീസെ 667 ബി. ഈ നക്ഷത്രവും ഒരു ഓറഞ്ച് കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇതിനും ഏകദേശം ആദ്യത്തെ നക്ഷത്രത്തിൻ്റെ അത്രയും തന്നെ വലിപ്പവും മാസുമാണുള്ളത്. എന്നാൽ സൂര്യൻ്റെ 5% മാത്രമേ ഇതിന് പ്രകാശ തീവ്രതയുള്ളൂ. ഈ 2 നക്ഷത്രങ്ങളും ഏകദേശം 1920 കോടി കിലോമീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 2 നക്ഷത്രങ്ങളും പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 42 വർഷങ്ങളുടെ ഇടവേളകളിലാണ് ഇവ പരസ്പരം വലം വയ്ക്കുന്നത്. ഈ 2 നക്ഷത്രങ്ങൾക്ക് ചുറ്റിലും ഇന്നേ വരെ ഒരു ഗ്രഹങ്ങളുടെയും സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടേയില്ല. ഈ നക്ഷത്രക്കൂട്ടത്തിലെ 3ാമത്തേതും ഏറ്റവും ചെറുതും ചുവന്ന കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്നതുമായ നക്ഷത്രമാണ് ഗ്ലീസെ 667 സി. ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു 2 നക്ഷത്രങ്ങളിൽ നിന്നും
3500 കോടി കിലോമീറ്റർ അകലെയാണ്. ഈ നക്ഷത്രത്തിന് സൂര്യൻ്റെ 35% വലിപ്പവും 32% മാസും മാത്രമേ ഉള്ളൂ. കൂടാതെ വളരെ കുറച്ച് പ്രകാശം മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു മങ്ങിയ നക്ഷത്രമാണിത്. സൂര്യനെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സൂര്യൻ്റെ വെറും 1.5% പ്രകാശ തീവ്രത മാത്രമേ ഈ നക്ഷത്രത്തിനുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ചുവന്ന കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളുടെ എല്ലാം വലിപ്പവും മാസും പ്രകാശ തീവ്രതയുമെല്ലാം ഇത് തന്നെയാണ്. മറ്റു 2 നക്ഷത്രങ്ങളെയും അപേക്ഷിച്ച് ഈ ചെറിയ നക്ഷത്രത്തിന് ചുറ്റും 6ഓളം ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ നിഗമനം. അവയിൽ 2 ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഗ്ലീസെ 667 CBയും ഗ്ലീസെ 667 CCയും. ഈ 2 ഗ്രഹങ്ങളും ഭൂമിയേക്കാൾ ഒരുപാട് വലിപ്പവും മാസും കൂടിയ റോക്കി പ്ലാനറ്റുകളാണ്. അതായത് ഇവയുടെ ഉപരിതലം ഭൂമിയുടേതുപോലെ തന്നെ പാറകളും ലോഹങ്ങളും നിറഞ്ഞതാണ്. ഇവയിൽ 667 CB എന്ന ഗ്രഹം നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രത്തിൽ നിന്നും വെറും 75 ലക്ഷം കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള ഒരു ഭ്രമണപഥത്തിലൂടെയാണ് അത് നക്ഷത്രത്തെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിൻ്റെ ഉപരിതലം എപ്പോഴും ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും. കൂടാതെ വളരെ കട്ടി കൂടിയ അന്തരീക്ഷമാണ് ആ ഗ്രഹത്തിൻ്റേത്. നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഒരു വട്ടം നക്ഷത്രത്തെ ഭ്രമണം ചെയ്തു വരുവാൻ ഗ്രഹത്തിന് വെറും 7 ദിവസങ്ങൾ മാത്രം മതി. ഭൂമിയേക്കാൾ 5 മടങ്ങിലും കൂടുതൽ മാസുള്ള ടൈഡലി ലോക്ക്ഡായ ഈ ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നക്ഷത്രത്തിന് അഭിമുഖമായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ഒരു വശം എപ്പോഴും ചുട്ടുപഴുത്ത അവസ്ഥയിലും മറുവശം എപ്പോഴും തണുത്ത അവസ്ഥയിലുമായിരിക്കും. ഈ ചെറിയ നക്ഷത്രത്തിൽ നിന്നും ഏകദേശം 2 കോടി കിലോമീറ്ററിലും അകലെയാണ് രണ്ടാമത്തെ ഗ്രഹമായ ഗ്ലീസെ 667 CC സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സൗരയൂഥത്തിലെ 1ാമത്തെ ഗ്രഹമായ ബുധൻ സൂര്യനിൽ നിന്നും 5 കോടി കിലോമീറ്ററുകൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നും. എന്നാൽ സൂര്യനേക്കാളും വളരെ ചെറിയ ഈ നക്ഷത്രത്തിൻ്റെ പ്രകാശ തീവ്രത എന്നത് സൂര്യൻ്റെ 1.5% മാത്രമാണ്. ഈ മങ്ങിയ നക്ഷത്രത്തിൻ്റെ 1.5 കോടി കിലോമീറ്റർ മുതൽ 3.5 കോടി കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് ഇതിൻ്റെ ഹാബിറ്റബിൾ ഏരിയ. അതായത് ഗ്ലീസെ 667 CC എന്ന ഗ്രഹം ഈ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഭൂമിയുടെ 4 മടങ്ങിലും കൂടുതൽ മാസുള്ള ഈ ഗ്രഹത്തിന് അതിൻ്റെ നക്ഷത്രത്തെ ഒരു വട്ടം ചുറ്റിവരുവാൻ വേണ്ടിവരുന്നത് 28 ദിവസങ്ങൾ മാത്രമാണ്. ഗ്ലീസെ 667 CC എന്ന ഗ്രഹത്തിൻ്റെ ESI 0.85 ആണ്. ഇന്നേ വരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ESI ഉള്ള ഗ്രഹമാണിത്. അതായത് ഈ ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയുമായി 85% സമാനതകളുണ്ട്. നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്നതിൻ്റെ 90%-ത്തിലും കൂടുതൽ ഊർജം അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ആ ഗ്രഹത്തിന് ലഭിക്കുന്നുണ്ട്. നക്ഷത്രത്തിൻ്റെ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് 8 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കാം ആ ഗ്രഹത്തിൻ്റെ ഉപരിതല താപനില. സൂര്യൻ്റെ 1.5% മാത്രം പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമായതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിൽ എപ്പോഴും ഒരു മങ്ങിയ പ്രകാശം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമിക്ക് ലഭിക്കുന്ന അത്രയും തന്നെ ഊർജം ആ ഗ്രഹത്തിന് തൻ്റെ നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുന്നത് കൊണ്ടും നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും ജലത്തിന് അതിൻ്റെ ഉപരിതലത്തിൽ ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധിക്കും. 3 നക്ഷത്രങ്ങളും പരസ്പരം വലയം ചെയ്യുന്നതുകൊണ്ട് ആ ഗ്രഹത്തിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ 3 നക്ഷത്രങ്ങൾ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണുവാൻ സാധിക്കും. ഭൂമിയുടെ മാസിനേക്കാൾ 4 മടങ്ങ് കൂടുതൽ മാസുള്ളതുകൊണ്ട് തന്നെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം എന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അന്തരീക്ഷവും വളരെ കട്ടി കൂടിയതായിരിക്കും. കട്ടി കൂടിയ ആ അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദവും വളരെ വലുതായിരിക്കും. ഈ ഗ്രഹത്തിനുള്ളിൽ ജീവനുണ്ടോ എന്ന് നമുക്ക് ഇന്നേ വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി ജീവനുണ്ട് എങ്കിൽ ആ ജീവികളെല്ലാം ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുക തന്നെ വേണം. 2015 കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്നും ഏകദേശം 124 പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ ഗ്രഹത്തെ കണ്ടെത്തി. K2-18b എന്നാണ് ആ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. ഈ ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടെത്തിയ നാളു മുതലേ ശാസ്ത്രലോകം നിരന്തരം ഈ ഗ്രഹത്തെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പാണ്. ഇതിലൂടെ കണ്ടെത്തിയ പുതിയ കാര്യങ്ങളെല്ലാം നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയുമാണ്. ഭൂമിയിലെ ജീവൻ്റെ പ്രധാന ഘടകമായ മീഥെയ്നെ കണ്ടെത്തി.
കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ കണ്ടെത്തി. സമുദ്രത്തിലെ ജീവജാലങ്ങൾ കാരണം ഭൂമിയിലുണ്ടാകുന്ന ഡൈമീഥൈൻ സൾഫൈഡിനെ വരെ കണ്ടെത്തി. ഈ ഗ്രഹത്തിൻ്റെ എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI വാല്യൂ എന്നത് 0.73 ആണ്. അതായത് K2-18b എന്ന ഗ്രഹം 73% ഭൂമിയോട് സമാനമാണ്. ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും 124 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള K2-18 എന്ന ഒരു റെഡ് ഡ്വാർഫ് അഥവാ ചുവന്ന കുള്ളൻ നക്ഷത്രത്തിൻ്റെ സമീപത്താണ്. പ്രപഞ്ചത്തിലെ മറ്റു നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിപ്പവും മാസും പ്രകാശ തീവ്രതയും താപനിലയും എല്ലാം വളരെ കുറഞ്ഞ നക്ഷത്രങ്ങളാണ് ഈ റെഡ് ഡ്വാർഫുകൾ. നമ്മുടെ സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ K2-18 സൂര്യൻ്റെ പകുതി വലിപ്പവും മാസും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ശരാശരി താപനില 3000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 40,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഗാലക്സിക്കുള്ളിലെ ഏറ്റവും കൂടുതലുള്ളത് ഈ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ്. K2-18 എന്ന ഈ റെഡ് ഡ്വാർഫ് നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 ഗ്രഹങ്ങളെയാണ് നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. K2-18b, K2-18c എന്നിങ്ങനെയാണ് അവയ്ക്ക് നൽകിയിരിക്കുന്ന പേരുകൾ. ഈ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിലാണ് K2-18b എന്ന ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ പോലെ ജലം ദ്രാവക രൂപത്തിൽ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതകൾ ആ ഗ്രഹത്തിൽ ഏറെയാണ്. റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളുടെ താപനില വളരെ കുറവായതുകൊണ്ട് തന്നെ അവയ്ക്ക് ചുറ്റിലുമുള്ള ഹാബിറ്റബിൾ ഏരിയ നക്ഷത്രത്തിൻ്റെ സമീപത്ത് തന്നെയായിരിക്കും. K2-18b എന്ന ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 0.14 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലൂടെയാണ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരത്തിൻ്റെ 1/10 ദൂരം മാത്രം. എന്നാൽ നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മറ്റ് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് ചുറ്റിലുമുള്ള ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവയെക്കാളുമെല്ലാം അകലത്തിലൂടെയാണ് K2-18b നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രഹം തൻ്റെ നക്ഷത്രത്തെ ഒരു തവണ വലം വെച്ച് തീർക്കുന്നത് 33 ദിവസങ്ങൾ കൊണ്ടാണ്. അതായത് K2-18b എന്ന ഗ്രഹത്തിൻ്റെ ഒരു വർഷം എന്നത് 33 ദിവസങ്ങൾ മാത്രമാണ്. വലിപ്പം വെച്ച് നോക്കുമ്പോൾ K2-18b എന്ന ഗ്രഹം ഭൂമിയേക്കാളും ഒരുപാട് വലിപ്പം കൂടിയ ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാണ്. അതായത് ഭൂമിയുടെ 9 ഇരട്ടി മാസവും 3 മടങ്ങ് വലിപ്പവും. കണ്ടെത്തിയ അന്നു മുതലേ ജീവൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനു വേണ്ടി ഈ ഗ്രഹത്തെ ശാസ്ത്രലോകം നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി 2019 ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളിൽ നിന്നും ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ വലിയ തോതിൽ ജലമുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. അതായത് സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ഉള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ ജലം. പിന്നീട് നടത്തിയ നിരീക്ഷണങ്ങളിൽ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ കൂടിയ അളവിൽ ഹൈഡ്രജൻ ഉണ്ടെന്നും കണ്ടെത്തി. ഈ ഗ്രഹത്തിന് ഹൈഡ്രജനാൽ നിർമ്മിതമായ കട്ടി കൂടിയ അന്തരീക്ഷമാണുള്ളത്. ഭൂമിയുടെ 9 മടങ്ങ് മാസമുള്ള K2-18b എന്ന ഈ ഗ്രഹത്തിൻ്റെ മുഴുവൻ മാസിൻ്റെ 6% അതിൻ്റെ അന്തരീക്ഷത്തിൻ്റെ മാത്രം മാസാണ്. ഗ്രഹത്തിൻ്റെ സാന്ദ്രതയും ഗ്രഹത്തിലുള്ള ജലത്തിൻ്റെയും ഹൈഡ്രജൻ്റെയും അളവ് വെച്ചും ശാസ്ത്രജ്ഞന്മാർ K2-18b എന്ന ഗ്രഹത്തെ ഭൂമി പോലുള്ള ടെറസ്ട്രിയൽ പ്ലാനറ്റുകൾക്കും വ്യാഴം പോലുള്ള ഗ്യാസ് ജെയിൻ്റ് പ്ലാനറ്റുകൾക്കും ഇടയിലുള്ള മറ്റൊരു പ്രത്യേക വിഭാഗം ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വിഭാഗം ഗ്രഹങ്ങളെ വിളിക്കുന്നത് ഹൈഷീൻ പ്ലാനറ്റ്സ് എന്നാണ്. ഹൈഷീൻ പ്ലാനറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ അമിതമായ തോതിൽ ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ടാകും. കൂടാതെ ഗ്രഹത്തിൽ ധാരാളമായി ജലം നിറഞ്ഞു കിടക്കുന്ന സമുദ്രങ്ങളും ഉണ്ടാകും. ഈ ഗ്രഹത്തിലുള്ള ജലം മുഴുവൻ സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലായിരിക്കും നിലനിൽക്കുന്നത്. അതായത് ഉയർന്ന സമ്മർദ്ദവും താപനിലയും മൂലം ജലം നീരാവി പോലെയാകും. ഈ കഴിഞ്ഞ മാസം ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ ഈ ഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഈ ഗ്രഹത്തിൽ ചിത്രീകരിച്ച സ്പെക്ട്രോസ്കോപ്പിക് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രബന്ധം പ്രസിദ്ധീകരിച്ചത്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഈ ഗ്രഹത്തിൽ ജീവികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കണ്ടെത്തലുകൾ നടത്തി. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണമായ മീഥൈൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സാന്നിധ്യം കണ്ടെത്തി. ഹരിതഗ്രഹ വാതകങ്ങൾ എന്നാണ് ഇവയെ നമ്മൾ വിളിക്കുന്നത്. അതായത് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നതിനാവശ്യമായ സൂര്യൻ്റെ ഊർജത്തെ ഭൂമിയിൽ നിലനിർത്തുന്നത് ഈ വാതകങ്ങളാണ്. ഈ വാതകങ്ങൾ K2-18b എന്ന ഗ്രഹത്തിൽ വലിയ തോതിലുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ജീവനില്ലാത്ത സൗരയൂഥത്തിലെ മറ്റു പല ഗ്രഹങ്ങളിലും ഇതേ വാതകങ്ങളുണ്ട്. എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊരു വാതകത്തിൻ്റെ കണ്ടുപിടുത്തമാണ്, ഡൈമീഥൈൻ സൾഫൈഡ്. ഭൂമിയിലുള്ള ഫ്ലൈറ്റോപ്ലാന്റൻ പോലുള്ള സമുദ്രത്തിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലമാണ് സൾഫർ ഡൈമീഥൈൻ സൾഫൈഡായി മാറുന്നത്. ഡൈമീഥൈൻ സൾഫൈഡ് രൂപം കൊള്ളുന്നത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്.
പലതരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളതും ഇതുതന്നെയാണ്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ ഈ വലിയ കണ്ടുപിടുത്തമാണ് K2-18b എന്ന ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത്. നാളിതുവരെ പല ഗ്രഹങ്ങളിലും നമ്മൾ നടത്തിയിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊന്നും ജീവൻ്റെ ഇത്ര വലിയ സാധ്യത കണ്ടെത്തുവാൻ സാധിച്ചിട്ടേയില്ല. ഇനിയും പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പഠനങ്ങളിൽ നിന്നുമെല്ലാം അവിടെ ജീവനുണ്ടെന്നും ജീവികൾ ജീവിക്കുന്നുണ്ട് എന്നുമെല്ലാം കണ്ടെത്താൻ സാധിക്കട്ടെ. ഭൂമിയിൽ നിന്നും വെറും 12 പ്രകാശവർഷം മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ടി ഗാർഡൻ സ്റ്റാർ. ഈ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ടി ഗാർഡൻ ബി എന്ന ഗ്രഹമാണ് നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ESI വാല്യൂ ഉള്ള ഗ്രഹം. ഒരു ഗ്രഹത്തെ നമ്മൾ ഭൂമിയുമായി താരതമ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അളവാണ് എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് എന്ന ESI വാല്യൂ. ഈ ഗ്രഹത്തിൻ്റെ ESI വാല്യൂ 0.95 ആണ്. അതായത് ഈ ഗ്രഹത്തിന് ഭൂമിയുമായി 95% സാമ്യമുണ്ട്. ഭൂമിയുടെ 5% വലിപ്പം കൂടുതലുള്ള ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ നക്ഷത്രത്തെ വലം വയ്ക്കുവാൻ ഗ്രഹത്തിന് വേണ്ടി വരുന്നത് വെറും 5 ദിവസങ്ങൾ മാത്രമാണ്. എന്നാൽ ടി ഗാർഡൻ എന്ന ഈ നക്ഷത്രം സൂര്യൻ്റെ 10% മാത്രം വലിപ്പവും 8% മാസമുള്ള ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമാണ്. നമ്മുടെ ഭൂമിക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്ന അത്രത്തോളം ഊർജം തന്നെ ഈ ഗ്രഹത്തിനും അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹത്തിൽ ധാരാളം ജലമുണ്ട്. കൂടാതെ അന്തരീക്ഷത്തിൽ ഓക്സിജനുമുണ്ട് എന്നാണ് കരുതുന്നത്. മാത്രമല്ല സ്റ്റേബിളായ ഒരു നക്ഷത്രമായതുകൊണ്ട് തന്നെ ഗ്രഹത്തിന് ഹാനികരമായേക്കാവുന്ന തരത്തിലുള്ള സോളാർ ഫ്ലെയിമുകളൊന്നും പുറത്തു വിടുന്നുമില്ല. ഭാവിയിൽ നമുക്ക് വാസയോഗ്യമാക്കാവുന്ന ഒരു ഗ്രഹം തന്നെയാണിത്. അടുത്തത് നമ്മിൽ നിന്നും 20 പ്രകാശവർഷം അപ്പുറം സ്ഥിതി ചെയ്യുന്ന 80% ESI ഉള്ള ഗ്രഹമാണ് സാർമിന എന്ന ഗ്ലീസെ 581g. ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത് സൂര്യൻ്റെ 30% മാത്രം മാസവും വലിപ്പവുമുള്ള ഒരു ഓറഞ്ച് ഡ്വാർഫ് വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രത്തെയാണ്. നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് അഭിമുഖവും മറുവശത്ത് എപ്പോഴും ഇരുട്ടും നിറഞ്ഞ ടൈഡലി ലോക്ക്ഡായ ഗ്രഹമാണിത്. എങ്കിലും ഈ ഗ്രഹത്തിൻ്റെ നക്ഷത്രം വലിപ്പവും മാസവും വളരെ കുറഞ്ഞ ഓറഞ്ച് ഡ്വാർഫ് വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ ഏരിയയിലാണ്. ഇതിൻ്റെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് ഏറ്റവും കൂടുതലായുള്ള വാതകം. ഈ ഗ്രഹത്തിനുള്ളിലും നമ്മൾ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും 31 പ്രകാശവർഷം മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ് GJ357d. ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത് സൂര്യൻ്റെ 30% മാത്രം വലിപ്പമുള്ള ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രത്തെയാണ്. ഈ നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്ന 3 ഗ്രഹങ്ങളിലും വെച്ച് ഈ ഒരു ഗ്രഹം മാത്രമാണ് അതിൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഇരട്ടി വലിപ്പവും 5 മടങ്ങ് മാസമുള്ള ഈ വലിയ ഗ്രഹത്തിന് ഭൂമിക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് ഊർജം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും നമുക്ക് അത്ര അറിവില്ല. ഭൂമിയിൽ നിന്നും 472 പ്രകാശവർഷങ്ങൾക്ക് അകലെ കണ്ടെത്തിയ ഒരു ഗ്രഹമാണ് കെപ്ലർ 438b. നമ്മുടെ ഭൂമിയുമായി ഒരുപാട് സാമ്യതയുള്ള ഈ ഗ്രഹം കെപ്ലർ 438 എന്ന നക്ഷത്രത്തെയാണ് ഭ്രമണം ചെയ്യുന്നത്. ആ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ESI വാല്യൂ 0.88 ആണ്. അതായത് ഈ ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയുമായി 88% സാമ്യമുണ്ട്. ഭൂമിയേക്കാൾ 12% വലിപ്പം കൂടുതലുള്ള ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാണിത്. അതായത് ഭൂമിയെപ്പോലുള്ള ഒരു റോക്കി പ്ലാനറ്റ്. ഭൂമിയിൽ നിന്നും ഏകദേശം 620 പ്രകാശവർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ 2.5 ഇരട്ടിയോളം വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് കെപ്ലർ 22b. ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത് സൂര്യനെപ്പോലെ തന്നെയുള്ള ഒരു നക്ഷത്രത്തെയാണ്. ഈ ഗ്രഹത്തിൻ്റെ ESI വാല്യൂ അനുസരിച്ച് അതിന് 71% ഭൂമിയുമായി സാമ്യമുണ്ട്. സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്ന അത്രത്തോളം ദൂരത്തിലൂടെ തന്നെയാണ് ഈ ഗ്രഹവും അതിൻ്റെ നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. കെപ്ലർ 22b എന്ന ഈ ഗ്രഹത്തിനും 400 കോടി വർഷത്തിലും കൂടുതൽ പ്രായമുണ്ട്. നമ്മുടെ ഭൂമിയുടെ പ്രായം 450 കോടി വർഷമാണ് എന്ന് നമുക്കറിയാം. ഈ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജലം തന്നെയാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഗ്രഹത്തിൽ ജലമുണ്ട് എന്ന് ഇതിനോടകം നമ്മൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കൂടാതെ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിലെ താപനിലയും ഭൂമിക്ക് സമാനം തന്നെയാണ്. മറ്റു ഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ കെപ്ലർ 22b എന്ന ഈ ഗ്രഹത്തിന് ഭൂമിയുമായി ഇത്രത്തോളം സാമ്യമുണ്ട് എങ്കിലും ഇതിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്കൊന്നും തന്നെ അറിയാൻ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് ESI 71% ആയത്.
ഒരുപക്ഷെ ഇതിൻ്റെ അന്തരീക്ഷം ഭൂമിയിലേതുപോലെ തന്നെയാണ് എങ്കിൽ തീർച്ചയായും ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത ഈ ഗ്രഹത്തിലുണ്ട്. ഭൂമിയിൽ നിന്നും ഏകദേശം 40.66 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ട്രാപ്പിസ്റ്റ് 1 എന്ന റെഡ് ഡ്വാർഫ് നക്ഷത്രത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത് 7 ഭൂമികളാണ്. അവയിൽ 4 ഗ്രഹങ്ങൾ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ ഏരിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളിലെ പോലെ സോളാർ ഫ്ലെയിമുകളൊന്നും ഈ നക്ഷത്രം പുറപ്പെടുവിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിന് ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗ്രഹങ്ങളെല്ലാം സുരക്ഷിതരുമാണ്. ട്രാപ്പിസ്റ്റ് 1 എന്ന ഈ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്ന എല്ലാ ഗ്രഹങ്ങളും പാറകൾ നിറഞ്ഞ റോക്കി പ്ലാനറ്റുകളാണ്. ഇത് വളരെ ചെറിയൊരു നക്ഷത്രമായതുകൊണ്ട് തന്നെ ഈ 7 ഗ്രഹങ്ങളുടെയും ഭ്രമണപഥങ്ങൾ കൂടിച്ചേർന്നാലും സൗരയൂഥത്തിലെ 1ാമത്തെ ഗ്രഹമായ ബുധൻ്റെ ഭ്രമണപഥം വരെ പോലും വരില്ല. ഈ നക്ഷത്ര സമൂഹത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും പല രൂപത്തിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. സൗരയൂഥത്തിന് പുറത്ത് ജീവൻ നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു നക്ഷത്ര വ്യൂഹമാണിത്. ഇതിനോടകം ഭൂമിക്ക് സമാനമായ പല ഗ്രഹങ്ങളെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും ജീവൻ്റെ സാന്നിധ്യം ഒരു ഗ്രഹത്തിലും കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കട്ടെ. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം.